ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വന്ദനം. നമ്മുടെ ജീവിതത്തിലൊക്കെയും പല സ്വപ്നങ്ങളുമുണ്ട്. ദൈവത്തിൽ നിന്ന് ലഭിച്ച ചില വാഗ്ദാനങ്ങളുമുണ്ട്. ചില കഴിവുകളും അവസരങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ഒരു ഇടവേള എടുക്കും അതിനൊക്കെ ഇടയിൽ. അതായത് നമുക്ക് അവകാശപ്പെട്ടതും നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതുമായിട്ടുള്ള ഈ കാര്യങ്ങൾ പിന്നീട് നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കും. ഈ ഒരു മനോഭാവത്തെ പറ്റിയാണ് വേദപുസ്തകത്തിൽ വളരെ ശക്തമായിട്ട് നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് യോശുവ 18-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൻ്റെ ഒരു വാക്യം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിവുള്ളതാണ്. യോശുവ 18-ലെ സാഹചര്യത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ ജനത വാഗ്ദത്ത ദേശത്ത് എത്തിയിരിക്കുന്നു. യുദ്ധങ്ങളൊക്കെ വിജയിച്ച് പാലസ്തീൻ ദേശം അവരുടെ മുമ്പിലുണ്ട്. ഇസ്രായേലിലെ 9 ഗോത്രങ്ങൾക്ക് അവരുടെ ഓഹരി ഇതിനകം വീതിച്ചു നൽകി. എന്നാൽ യോശുവ 18:2 ഒരു ഞെട്ടിക്കുന്ന കാര്യം പറയുകയാണ് ചെയ്യുന്നത്. ഇസ്രായേലിൽ 7 ഗോത്രക്കാർക്ക് തങ്ങളുടെ അവകാശം ഇതുവരെ വീതിച്ചു നൽകിയിരുന്നില്ല. അവർക്ക് അവകാശം ലഭിക്കാനുള്ള എല്ലാ അർഹതയുമുണ്ട്. അവർക്ക് വേണ്ടി ദൈവം അത് ഒരുക്കി കഴിഞ്ഞു. എല്ലാ വാതിലും തുറന്നു കിടക്കുക. പക്ഷേ അതിന് അനങ്ങിയില്ല. അത് സ്വന്തമാക്കുവാൻ ഒരു പ്രയത്നവും അവരുടെ സൈഡിൽ നിന്നും ഉണ്ടായില്ല. ഇത് കണ്ടപ്പോൾ യോശുവ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഇന്നത്തെ ചോദ്യം നമ്മളോടുള്ള ചോദ്യമായിട്ട് നമുക്ക് കേൾക്കാം. യോശുവ ഇസ്രായേൽ മക്കളോട് ചോദിച്ച ആ ചോദ്യം, യോശുവ 18:3 വാക്യം: നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശം കൈവശമാക്കുവാൻ പോകാതെ നിങ്ങൾ എത്രത്തോളം താമസിച്ചു നിൽക്കുന്നു? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈവശം വരാനുള്ള ദേശം ഏതാണ്? അത് ശരിക്കും വെറും ഒരു ഭൂമി മാത്രമല്ല. അത് നമ്മളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ, നമ്മുടെ കൈവശം വരുവാനുള്ള ദേശത്തിൽ നമ്മുടെ ആത്മീയ വളർച്ചയുടെ അടുത്ത പടി, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്ന സമാധാനം, നമ്മുടെ ജോലിയിലും കഴിവുകളിലുമൊക്കെ വെച്ചിട്ടുള്ള ആ സാധ്യതകൾ, ദൈവം നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ആ ശുശ്രൂഷയുടെ മേഖല, ഇതൊക്കെ നമുക്ക് കൈവശം വരാനുള്ള ദേശങ്ങളാണ്. ഇസ്രായേൽ മക്കൾ കൈവശപ്പെടാത്തതുപോലെ അവർക്ക് ഓഹരി നൽകിയിട്ടും അവർ കൈവശപ്പെടുത്താതിരുന്നതുപോലെയുള്ള നമ്മുടെ ജീവിതത്തിലുള്ള ദേശങ്ങളാണ് ഈ പറഞ്ഞതൊക്കെയും. നമ്മുടെ ആത്മീയ വളർച്ച, നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് ദൈവം തരുവാനിരിക്കുന്ന കൂടുതൽ സമാധാനവും സന്തോഷവും, നമ്മുടെ ജോലിയിലും നമ്മുടെ കഴിവിലും ഒക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സാധ്യതകൾ, ദൈവം നമ്മൾക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ആ ശുശ്രൂഷ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമ്മൾക്ക് ദൈവം ആത്മീയ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിട്ടും നമ്മൾ കൈവശമാകാതെ വെച്ചിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളാണ്. നമുക്കതിനെപ്പറ്റി അറിയാമായിരുന്നിട്ടും നമ്മളൊരു സൗകര്യക്കുറവൊക്കെ പറഞ്ഞ് ഇതൊക്കെ മാറ്റി വെക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇച്ചിരി കഴിയട്ടെ, ഇപ്പോഴതിനുള്ള സമയമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ലെയിം എക്സ്ക്യൂസസ് പറഞ്ഞ് നമ്മളിതൊക്കെ കൈവശപ്പെടുത്തുവാൻ മടിച്ച് ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. നമ്മളത് കൈവശപ്പെടുത്താതിരിക്കുന്നതിൻ്റെ കാരണങ്ങളെപ്പറ്റി പറയുവാണ്. ഈ 7 ഗോത്രങ്ങൾ താമസിച്ചു. അവർക്ക് കിട്ടേണ്ട ആ ഓഹരി വാങ്ങിക്കുവാൻ, കൈവശമാക്കുവാൻ താമസിച്ചതിൻ്റെ കാരണം എന്തായിരിക്കാം? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവരുടെ അലസത. യുദ്ധം കഴിഞ്ഞപ്പോൾ ഒന്ന് വിശ്രമിക്കാമെന്നൊക്കെ അവർ കരുതി, കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുക, ബാക്കി പിന്നെ നോക്കാം എന്നുള്ളൊരു മനോഭാവം, അലസത. രണ്ടാമത്തെ കാര്യം ഭയം. ബാക്കിയുള്ള ദേശത്ത് ഇതിലും ശക്തരായ ശത്രുക്കളുണ്ടാകാം, അതിനുവേണ്ടി വീണ്ടും കഷ്ടപ്പെടണം, അതിനൊക്കെ അവർക്ക് മടിയായിരുന്നു.
പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് അവർ വസിച്ചുകൊണ്ടിരിക്കുക. അവർ അപ്പോൾ താമസിക്കുന്ന ആ താൽക്കാലികമായിട്ടുള്ള സ്ഥലത്ത് അവർ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് പുതിയൊരു വെല്ലുവിളിയെ നേരിടുവാൻ അവർ അപ്പോൾ തയ്യാറായില്ല. പ്രിയപ്പെട്ടവരെ, ഇതേ കാരണം കൊണ്ടാണ് ഇന്ന് പലരും ദൈവത്തിലുള്ള തങ്ങളുടെ പൂർണ്ണമായ അവകാശം പ്രാപിക്കാത്തത്. യോശുവയുടെ ആ ഒരു ചോദ്യം, നിങ്ങൾ എത്രത്തോളം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ മടിയുള്ളവരായിരിക്കും എന്ന ആ ചോദ്യം നമ്മളെ ഇന്ന് 3 കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. ദൈവം തരുന്ന അവകാശം നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം അവകാശം സ്വയമായിട്ട് നമ്മുടെ അടുത്തേക്ക് നടന്നു വരികയില്ല. നമ്മളതിനെ പോയി കൈവശപ്പെടുത്തണം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഇതാ ഇപ്പോൾ തന്നെ അനുകൂല സമയം, ഇതാ ഇപ്പോൾ തന്നെ രക്ഷാദിവസം. രക്ഷ മാത്രമല്ല, ആത്മീയമായ ഓരോ വളർച്ചയ്ക്കും ഉചിതമായ സമയം ഇപ്പോഴാണ് എന്നാണ് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാം വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എബ്രായരുടെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു: അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദാനം ശേഷിച്ചിരിക്കയാൽ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുഗ്രഹങ്ങൾ മറ്റൊരാൾ കൈവശമാക്കും മുമ്പ് നാം നമ്മുടെ ഓഹരി ഉറപ്പാക്കണം എന്നാണ് ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ കൈവശപ്പെടേണ്ടതായിട്ടുള്ള ആ ദേശങ്ങൾ നമ്മുടെ കഴിവുകളാണ്, നമ്മുടെ വരങ്ങളാണ്. നമുക്കറിയാം, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും, പക്ഷെ നമ്മളതൊന്നും ഇന്ന് നമ്മൾ തുടങ്ങിയിട്ടില്ല. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം ഇപ്രകാരം നമ്മളോട് പറയുന്നു: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിട്ടുള്ള ശക്തിയാൽ നമുക്ക് നമ്മുടെ ഓരോ ദേശങ്ങളും ജയിക്കുവാനും കൈവശപ്പെടുത്തുവാനും കഴിയുമെന്നാണ് ഈ ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത്. യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു: ആകയാൽ നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപമാണ്. നമ്മുടെ ഓഹരി നമ്മൾ കൈവശമാക്കാതെ താമസിച്ച് നിൽക്കുന്നത് ദൈവം മുമ്പാകെ പാപകരമായൊരു കാര്യമാണ്. ദൈവം നൽകിയ അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ വാഗ്ദത്ത ദേശം മുഴുവനും നമുക്കുള്ളതാണ്. അതിൽ കുറഞ്ഞതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടരുത്. ഇതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൃപ്തിപ്പെടരുത്. നമ്മുടെ ആത്മീയമായിട്ടുള്ള ജീവിതമാണെങ്കിലും നമ്മുടെ കഴിവുകളാണെങ്കിലും കൂടുതൽ നേടുവാനുള്ള ത്വരയാണെങ്കിലും ഇതൊന്നും ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് നമ്മൾ തൃപ്തിപ്പെടരുത്. ദൈവം നമുക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ആ വരങ്ങൾ, ആ കഴിവുകൾ, ആ ആത്മീയ നൽവരങ്ങളൊക്കെ നമ്മൾ പ്രാപിച്ചെടുക്കുക തന്നെ വേണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അവൻ ക്രിസ്തുവിൽ സ്വർഗീയമായ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. സകല ആത്മീയ അനുഗ്രഹവും ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. പ്രിയരെ, യോശുവ 18-ലെ ഗോത്രങ്ങളെപ്പോലെ എല്ലാം ഉണ്ടായിട്ടും നമ്മൾ ചുമ്മാതെ ഇരിക്കരുത്. 2 പത്രോസ് 1:3 ഇപ്രകാരം പറയുന്നു: തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ ജീവനും ഭക്തിയും വേണ്ടിയ സകലവും അവൻ നമുക്ക് ഒരുക്കിയിരിക്കുന്നു. ജീവനും ഭക്തിയും വേണ്ടതെല്ലാം ദൈവം നമുക്കായിട്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഭാഗമാണ് നമ്മൾ പോവുക, അതൊക്കെയും കൈവശമാക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയാമോ? ദൈവം നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചതിൻ്റെ പകുതി മാത്രം കണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുന്നത്. യോശുവ 18-ലെ ആ 7 ഗോത്രങ്ങളെപ്പോലെ
നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമാധാനമായിട്ട് വിശ്രമിക്കുകയാണോ? ഭയവും അലസതയും കാരണം നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഓഹരി, നിങ്ങളുടെ ആത്മീയ വളർച്ച, കുടുംബ ബന്ധത്തിലെ സൗഖ്യം, നിങ്ങളുടെ ശുശ്രൂഷ വിളിയുടെ പൂർണ്ണത, ഇതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ? ഒന്ന് ഓർക്കുക, ഈ ഭൂമിയിൽ നിങ്ങളുടെ സമയം പരിമിതമാണ്. കൈവശമാക്കാത്ത ഓരോ ദിവസവും നഷ്ടപ്പെടുന്ന ഓരോ അവസരമാണ്. ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള സകല വരങ്ങളോടും കഴിവുകളോടും നിങ്ങൾ എത്രത്തോളം താമസിച്ച് നിൽക്കുമെന്ന് ഇന്ന് നിങ്ങൾ ചോദിക്കണം. ഇന്ന് തന്നെ തുടങ്ങുക. വിശ്രമം നിങ്ങൾ മാറ്റിവെക്കുക. യോശുവ 18 സന്ദേശം ഇതാണ്: എഴുന്നേൽക്കുക, അളക്കുക, കൈവശമാക്കുക. നിങ്ങൾക്കായിട്ട് ദൈവം ഒരുക്കിയിട്ടുള്ള പൂർണ്ണമായ അവകാശം സ്വന്തമാക്കുവാൻ ശക്തമായിട്ട് മുന്നോട്ട് പോവുക. ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കുക. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി. ആമേൻ.